അഥവാ ISRO ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമായ സ്ഥാപനം. ഹോളിവുഡിൽ ബഹിരാകാശ സിനിമകൾ ചെയ്യുന്ന ബജറ്റിൽ ബഹിരാകാശ പര്യവേഷണം നടത്തിയിരുന്ന സ്ഥാപനത്തിന്റെ നേട്ടങ്ങളെപ്പറ്റി ഓരോ ഇന്ത്യക്കാരനും എന്നും അഭിമാനത്തോടെയാണ് പറഞ്ഞിരുന്നത്. ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ബഹിരാകാശ ഗവേഷണങ്ങളും പര്യവേഷണങ്ങളും നടത്തിയ ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാന സ്തംഭമായി മാറിയ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. വിക്ഷേപണ കേന്ദ്രത്തിന്റെ നടത്തിപ്പടക്കം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുവാനുള്ള നീക്കമാണ് നടത്തുന്നത്. റോക്കറ്റുകളും ലോഞ്ച് വെഹിക്കിളുകളും ഇനി ISRO നിർമ്മിക്കുകയില്ല. രാജ്യത്തിന്റെ മുഴുവൻ റോക്കറ്റ് നിർമ്മാണ സാങ്കേതിക വിദ്യകളും പൂർണ്ണമായി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുകയും ചെയ്യും. നിരവധി ഉപഗ്രഹങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ച ഇന്ത്യയുടെ വിശ്വസ്ത റോക്കറ്റായ PSLVയുടെയും ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ വിക്ഷേപണ വാഹനമായ LVA-3യുടെയും നിർമ്മാണവും സാങ്കേതിക വിദ്യയും ISRO സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറും. ഇതിനകം തന്നെ ചെറിയ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SSLVയുടെ നിർമ്മാണ അവകാശങ്ങൾ സ്വകാര്യ കമ്പനിക്ക് കൈമാറുകയും ചെയ്തു കഴിഞ്ഞു. സമുദ്രത്തിന്റെ ആഴമറിയാതെ എടുത്തു ചാടുന്നതിന് തുല്യമാണ് ഈ തീരുമാനമെന്ന് മുൻ ISRO ചെയർമാൻ ഡോക്ടർ G. മാധവൻ നായർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിക്ഷേപണ കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറരുതെന്നും ISROയുടെ മുൻ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ അമൂല്യ രത്നമാണ് ISRO എന്നും ISRO ചെയ്യേണ്ട ജോലി ISROയ്ക്ക് വിട്ടുകൊടുക്കണമെന്നും മുൻ ISRO ചെയർമാൻ ഡോക്ടർ G. മാധവൻ നായർ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ബഹിരാകാശ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്പേസ് എന്ന ഏജൻസി വഴിയാണ് സ്വകാര്യ കമ്പനികൾ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമാകുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ പങ്കെടുക്കുവാനും ISROയുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കുവാനും അനുമതി നൽകുന്ന ഏജൻസിയാണ് ഇൻസ്പേസ്. രാജ്യ പുരോഗതിക്കും കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത നിവാരണം മുതലായ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ആവശ്യങ്ങൾക്കായിരുന്നു ISRO മുൻഗണന നൽകിയിരുന്നത്. എന്നാൽ ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖല ബഹിരാകാശ രംഗത്തേക്ക് എത്തുമ്പോൾ ലക്ഷ്യം ലാഭം മാത്രമായിരിക്കും. അവർ ഒരിക്കലും സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയില്ലല്ലോ. ഇന്ത്യയിലെ ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപയും പതിറ്റാണ്ടുകളായുള്ള അധ്വാനത്തിലൂടെ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകളും വിക്ഷേപണ കേന്ദ്രങ്ങളുമാണ് ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിട്ടു നൽകുന്നത്. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും താല്പര്യത്തിനാണോ അതോ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണോ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യവും ഈ തീരുമാനം ഉയർത്തുന്നുണ്ട്. സ്വകാര്യ മേഖല ബഹിരാകാശ രംഗത്തേക്ക് കടന്നു വരുന്നതോടെ ISROയ്ക്ക് സർക്കാർ നിലവിൽ നൽകി വരുന്ന ഫണ്ടിലും കുറവ് സംഭവിക്കാം. ISRO എന്ന രാജ്യത്തിന്റെ അഭിമാന സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഈ തീരുമാനമെന്നും നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. രാജ്യത്തെ തന്നെ വൻകിട കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തിന്റെ തുടർച്ചയായാണ് ISROയുടെ സ്വകാര്യവൽക്കരണവും. സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുക എന്ന നയത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാരിന് രാജ്യത്തെ സാധാരണക്കാരന്റെ വേവലാതിയോ അവന്റെ ജീവിതമോ ബാധകമല്ലല്ലോ.